ഓൺ സ്ക്രീൻ അല്ലാണ്ട് ഓഫ് സ്ക്രീനിൽ വല്ലതും ടെക്നിക്കലി വർക്ക് ചെയ്യാൻ അങ്ങനെ വല്ല താല്പര്യമുണ്ടോ? ഡയറക്ഷൻ, ക്യാമറ ഒന്നുമില്ല, ആക്ടിങ് മാത്രം. എനിക്ക് എന്റെ ലിമിറ്റേഷൻസ് അറിയാം എന്നുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒരു ട്രൈ ചെയ്തതിന് കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ട്രൈ ആയിരിക്കില്ല. ചെയ്യുവാണെങ്കിൽ നമ്മൾ പിക്ചർ പെർഫെക്റ്റ് കാര്യങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ഇതാണ് തൽക്കാലം. ആസിഫ് അലിയുടെ ട്രേഡ് മാർക്ക് അല്ല, ചെയ്യുവാണെങ്കിൽ പക്ക ചെയ്യാം. അതിപ്പോ എന്റെ സിനിമയിലേക്ക് എനിക്ക് വരുന്ന ഓഫേഴ്സ് പോലും ഞാൻ അങ്ങനെ നോക്കാറുള്ളൂ. എൻ്റെ ഒരു അപ്പിയറൻസിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക്കിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിൽ അംഗീകരിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കുള്ളൂ. അത് ഏത് ഡയറക്ടർ ആണെങ്കിലും ആരാണെങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ സെലക്ഷനിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ക്രൈറ്റീരിയ? എങ്ങനെയാ? ഫസ്റ്റ് സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണോ ഡയറക്ടറിനെ നോക്കിയിട്ടാണോ? സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരാണെങ്കിലും എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടിട്ടാണ് ഞാൻ സിനിമകൾ തീരുമാനിക്കാറുള്ളൂ. അത് ദൈവം സഹായിച്ച് ഞാൻ വർക്ക് ചെയ്ത എല്ലാ വലിയ ഡയറക്ടേഴ്സും എനിക്ക് ആ ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു ശരിക്കും ഭാഗ്യമാണ്. സിബി സാറിനെ പോലെയുള്ള ഒരു സീനിയർ ഡയറക്ടർ ഒരിക്കലും എന്നെ വിളിച്ചിട്ട് ഓക്കെ ഇത് ഈ സിനിമയിൽ നീ വേണം എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിച്ച് ആസിഫ് ഹാപ്പി ആണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഒരു ന്യൂ കമർ എന്ന രീതിയിൽ എൻ്റെ ഭാഗ്യമാണ്. പിന്നെ ഞാൻ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഈ സിനിമ ഞാനല്ല വേറെ ആരെങ്കിലും ഇത് ചെയ്താൽ ഞാനത് തിയേറ്ററിൽ പോയി കാണുമോ എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിക്കും. അപ്പോൾ ഒരു വളരെ ബുദ്ധിജീവി പടമാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഞാൻ വെക്കുന്നത്. ഒരു സാധാരണ വ്യൂവറാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പം. ഫസ്റ്റ് ഫിലിം ഫസ്റ്റ് ഡേ പോയി കാണുമോ? എൻ്റെ എല്ലാ സിനിമകളും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഉണ്ടാവും. അല്ല, ഞാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഫിലിമിന്റെ കാര്യം. ഫസ്റ്റ് ഋതു അല്ലേ ചെയ്തത്? അതെ അതെ. അപ്പോൾ ഫസ്റ്റ് ഡേ പോയി നമ്മൾ 3 പ്രിവ്യൂ ഷോസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ്, കൊച്ചിൻ, ട്രിവാൻഡ്രം. 3 ഞാൻ പോയി. തിയേറ്റർ റിലീസായി ഞാൻ ഒരുമാതിരി എല്ലാ മേജർ ടൗൺസിലെയും തിയേറ്റേഴ്സിലും ഞാൻ പോയി കണ്ടു. ഓഡിയൻസ് റെസ്പോൺസ് എന്താണെന്ന് അറിയണം. നല്ല ടെൻഷൻ ഉണ്ടാവില്ലേ? ഫസ്റ്റ് ഫിലിമാണ്, പക്ഷെ അത് ചെയ്തപ്പം യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കൂടെ എല്ലാം ചെയ്തപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. കാര്യം ശ്യാം സാർ എന്ന് പറഞ്ഞൊരു അൾട്ടിമേറ്റ് മാൻ, ഒരു അൾട്ടിമേറ്റ് ഡയറക്ടർ നമ്മുടെ ഒരു ബാക്കപ്പ് വലിയതായിരുന്നു. സാർ തന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഒരിക്കലും ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു സിനിമയാണ്, നിങ്ങളുടെ മേളിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനൊരു വലിയ പ്രൊസീജിയർ ഉണ്ട്, ഇങ്ങനെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളവിടെ ഒരു ടീം അതിലും ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം 100% പുതിയ ആളുകളാണുള്ളത്. ഈ പുതിയ ആൾക്കാരുള്ള ഒരു ടീം, ഇവരെ ഒരു സ്ക്രിപ്റ്റ് ഇവർ വർക്കൗട്ട് ചെയ്യുന്നു. ആ ഒരു ഫീലേ നമുക്ക് തന്നിട്ടുള്ളൂ സാർ. ഏറ്റവും കംഫർട്ടബിളായിട്ട് വെച്ചിട്ടുള്ള ഒരു സിനിമയാണത്. ശരിക്കും അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആണ് അതെല്ലാം.